this is Nissi from Nisu Chronicles. Welcome my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. യെസ്, ഇന്ന് നമ്മുടെ ദിലീപേട്ടൻ്റെ മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയേക്കാണ്. ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ആക്ച്വലി ഈ മൂവി ഓണത്തിന് റിലീസ് ചെയ്യുന്നതാണ് കരുതിയത്, ബട്ട് അറിയത്തില്ല, ചില കാരണങ്ങളാൽ അത് മാറിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് ഒരു ടീസർ ഇറങ്ങിയായിരുന്നു. ടീസർ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മുടെ ട്രെയിലറിൻ്റെ വിശേഷങ്ങൾ പറയാമാണ്. ഓ മൈ ഗോഡ്, അങ്ങനെ ജനപ്രിയ നായകൻ്റെ പടം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ 18th ഡിസംബർ. യെസ്, അന്ന് എന്തായാലും ഫസ്റ്റ് ഷോ ഞാൻ പോയി കാണും. അന്ന് ഞാൻ വിശേഷം പങ്കുവയ്ക്കാം. അങ്ങനെ നമ്മുടെ ഭബ്ബാല് ഒരു പറ്റ ആൾക്കാർ അണിനിരന്ന് നിൽപ്പുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ദേവൻ സാർ, അശോകൻ സാറിൻ്റെ ഒക്കെ ആ ചിരി, പണ്ടത്തെ ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതുപോലെ ഒപ്പിയെടുത്ത് ഇതിലുണ്ട്. ആൻഡ് ദ ലെജൻഡ് വൺ ആൻഡ് ഓൺലി ഔട്ട് ഹിയർ ലാലേട്ടാ. എനിക്കറിയത്തില്ല, ആ ദിലീപും ലാലേട്ടനും ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഓ, എനിക്കറിയത്തില്ല, ആ തിയേറ്ററൊക്കെ ഇളക്കി മറിക്കുന്നതാണ് തോന്നുന്നത്. ലാലേട്ടൻ്റെ ആണെങ്കിൽ നമ്മുടെ ആ പുലിമുരുകൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ എനിക്ക് തോന്നി. ആ ട്രെയിലറിൽ നമ്മൾ ലാലേട്ടൻ്റെ കാല് വെച്ച് നിഴൽ വരുമ്പോൾ എനിക്ക് അറിയത്തില്ല, ആ തിയേറ്ററൊക്കെ ഇളക്കി മറിക്കുന്നതാണ് തോന്നുന്നത്. ഇതിൽ ഒരു ഡയലോഗ് പോലും നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഈ ട്രെയിലർ കണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ പടങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യും. അശോകേട്ടൻ്റെ ആണെങ്കിൽ ആ ചിരി, പിന്നെ ആ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ, വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു എനർജി, ദിലീപേട്ടൻ്റെ നമുക്ക് ആ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ CID മൂസയിലെ വണ്ടി, എനിക്കറിയത്തില്ല, എന്തെല്ലോ ഇങ്ങനെ മിന്നി മറിയുന്നത് പോലെ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടോ ഒന്നും അറിയത്തില്ല. സോ വി വിൽ വെയിറ്റ് ഫോർ ദ December 18th. ഹാപ്പി. അതിലെ കുറേ ഡയലോഗുകൾ ആക്ച്വലി ദിലീപേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ ന്യൂസിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിലീപേട്ടൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഉണ്ടായ രാംലീല, അതും എന്തൊക്കെയോ തരത്തിൽ പുള്ളിക്കാരൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ മാറ്റിവെച്ച ചില ഡയലോഗുകൾ പോലെ എനിക്ക് തോന്നി. ഇതിലും ഉണ്ട് അങ്ങനത്തെ കുറേ ഡയലോഗ്സും. നമുക്കത് ട്രെയിലറിൽ വ്യക്തമായിട്ട് ഓരോരോ 5-6 ഡയലോഗുകളുണ്ട്. അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പോകാം നമുക്ക് ട്രെയിലറിലോട്ട്. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you are searching for. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായി സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മതിയാ, ഈ ഡയലോഗ് ഒരു രക്ഷയില്ല. അങ്ങനെ ട്രെയിലർ എൻഡിങ്ങിലോട്ട് പോകുന്നത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത് മതിയാ, ഇന്ത നട പോതുമാ, ഇന്ന കൊഞ്ചും വേണമാ. അതിലൊരു ലാലേട്ടൻ്റെ ദിലീപിൻ്റെ കൂടെ എൻട്രിയുടെ ആ സമയത്തായിരിക്കും മേ ബി ഒരു സോങ് വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലറിൻ്റെ ഒരു ഭാഗം കാണിക്കാൻ രണ്ടുപേരും പുറകെ തിരിഞ്ഞ് റെഡ് ഷർട്ടൊക്കെ ഇട്ടിട്ട്, യാ മോനെ അറിയത്തില്ല എന്ത് ഈ പടത്തിൽ കാണിച്ചു വെച്ചേക്കുന്നത്. സോ ടീസർ നമ്മളെ ഒത്തിരി മോൾമനയിൽ നിർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രെയിലറും. So we will wait for the December 18th, our dear ദിലീപേട്ടൻ്റെ പടം ഭ. സോ നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ബൈ. This is Nissi from Nisu Chronicles. Ta-ta.